കോളത്തിൽ എന്താണ് വയ്ക്കേണ്ടത്? പ്രോട്ടീൻസ്, അങ്ങനെയുള്ള സാധനം, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വയ്ക്കണം. പിന്നെ അടുത്ത കോളത്തിൽ എന്താണ്? റോ വെജിറ്റബിൾസ്, സാലഡ്സ് വയ്ക്കണം. അതിൽ ഫൈബർ ഉണ്ട് അല്ലേ? ഫൈബർ കൂടെ ചെന്നാലേ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ദഹനം നടക്കും. പിന്നെ എന്താണ്? ഒരുപാട് അഴുക്കുള്ള സാധനങ്ങൾക്ക് പുറത്തുള്ള ഫൈബർ അതെവിടെ കിട്ടും? ഈ റോ വെജിറ്റബിൾസിൽ ധാരാളം ഫൈബർ ഉണ്ട്. മനസ്സിലായ? വെള്ളരിക്ക, ടൊമാറ്റോ, ഒരു സവാള ഒക്കെ അരിഞ്ഞ് ഒരു ഭാഗത്ത് വെച്ച് അതും കൂടെ കഴിക്കണം. പിന്നെ മറ്റു ഭാഗത്ത് നമ്മുടെ മീൻകറിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഷ്ണം ആപ്പിളോ പേരക്കയോ എന്താണ് ഉള്ള ഫ്രൂട്ട്സ്, ചെറുപഴമോ, ഇത്രയും ചേരുമ്പോഴാണ് മുട്ട ഉണ്ടെങ്കിൽ മുട്ട കഴിക്കാം. രാവിലെ മുട്ട കഴിച്ചെങ്കിൽ ഉച്ചയ്ക്ക്. ഇത്രയും ചേരുമ്പോൾ എന്താ? ഇതാണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾക്കൊന്നും ഇത് പാലിക്കാൻ ശരിയായ രീതിയിൽ പറ്റൂല അല്ലേ? അപ്പൊ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇതാണ് ഫുഡ് പ്ലേറ്റ്. ഇത് 3 നേരവും ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. 3 നേരവും ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. വൈകുന്നേരം നമ്മൾ 7 മണിക്ക് ചപ്പാത്തി കഴിച്ചു എന്ന് വെച്ചോ, ചപ്പാത്തിയുടെ കൂടെ എന്ത് വേണം? ഈ റോ വെജിറ്റബിൾസിന്റെ കുറച്ച് വെക്കണം. ഇതുപോലെ തന്നെയാണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇത്രയും സാധനങ്ങൾ വേണം. നമ്മൾ പൊതുവെ എടുത്ത് വയ്ക്കും 5 ഇഡലി വെക്കും, 6 ഇഡലി വെക്കും. പുരുഷന്മാരിൽ 10 ഇഡലി വെക്കും. 10 ഇഡലി വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് കുറച്ച് കറി വേണം. അപ്പൊ എന്തൊക്കെ കിട്ടി നമുക്കതിന്? അതെന്തൊക്കെ കിട്ടി? അതിന് അന്നജം കിട്ടി, ഷുഗർ പിടിക്കാനുള്ള അന്നജം കിട്ടി. അതിന് ഫൈബറൊന്നും ഇല്ല. അരിയിൽ ഫൈബറേ ഇല്ല. നാര് കിട്ടിയാൽ നമുക്ക് ഇല്ല. നാര് കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണമായിരുന്നു? അതിന് കൂടെ ചെറുപയറൊക്കെ കഴിക്കണം. ചെറുപയർ മുളപ്പിച്ചതിനൊക്കെ ധാരാളം നാരുണ്ട്. അപ്പൊ രാവിലെ 2 ഇഡലി കഴിക്കണം. 1 പിടി ചെറുപയർ മുളപ്പിച്ചത് കഴിച്ച് 2 കഷ്ണം വെള്ളരിക്കയോ ക്യാരറ്റ് മുറിച്ചതോ സവാള മുറിച്ചതും കൂടെ കഴിച്ചാൽ, ഒരു ചെറുപഴം കഴിച്ചാൽ നിങ്ങൾക്ക് ഏകദേശമുള്ള മിക്കവാറുമുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഷുഗർ വരില്ല. നിങ്ങൾ ഭാവിയിലത്തേക്കാണ് പറഞ്ഞു തരുന്നത്, ഞങ്ങളുടെ അത്ര ആവാതിരിക്കാൻ. ഷുഗർ വരില്ല, കൊളസ്ട്രോൾ വരില്ല, ഹൈപ്പർ ടെൻഷൻ വരില്ല, ഇതൊന്നും വരില്ല ഇങ്ങനത്തെ ഫുഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാ ദിവസവും 1 പിടി മുളപ്പിച്ച ചെറുപയർ കഴിക്കുക. രാവിലത്തെ ദോശ 2 എണ്ണം ആണെങ്കിൽ 1 പിടി ചെറുപയർ മസ്റ്റ് കഴിക്കുന്നത് നമുക്ക് വയറ് നിറയും. പിന്നെ 1 മുട്ടയും കൂടെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായി. ഏതെങ്കിലും ഒരു പഴം, ചെറുപഴമോ 1 കഷ്ണം പേരയ്ക്കയോ അങ്ങനെ എന്തെങ്കിലുമുള്ള. പേരയ്ക്ക് നല്ല ഫ്രൂട്ടാണ്, എല്ലാം ഉള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. അത് എല്ലാ വീട്ടിലും പേരയ്ക്കൊക്കെ വളർത്തണം കേട്ടോ. എത്ര പേരുടെ വീട്ടിൽ പേരുണ്ട്? പേരമരം ഇല്ലാത്തവരെല്ലാം വെച്ച് പിടിപ്പിക്കണം പേര.